വിശ്വാസികളും. അച്ഛൻ തുടക്കം കുറിച്ച 40 മണിക്കൂർ ആരാധന പള്ളിയിൽ പുനരാരംഭിക്കാനുള്ള പ്രഖ്യാപനത്തിൽ സന്തുഷ്ടരാണ് കൂനമ്മാവുകാർ. വർഷങ്ങൾ 143 പിന്നിട്ടെങ്കിലും കൂനമ്മാവുകാരുടെ ജീവിതത്തിലും വിശ്വാസങ്ങളിലും ചാവറയച്ചൻ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. കടുത്ത വേനലിലും തെളിനീര് നൽകുന്ന പള്ളിയങ്കണത്തിലെ അത്ഭുത കിണർ, വൈദിക പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് കുളിക്കാനും മറ്റുമായി അച്ഛൻ കുഴിപ്പിച്ച കുളം, വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ ഇടമൊരുക്കുന്ന ചാവറയച്ചന്റെ ചവിട്ടുകല്ല്, അങ്ങനെ കൂനമ്മാവ് പള്ളിയിലെ ഓരോ മൺതരിയിലും മായാതെ നിൽക്കുന്ന ഓർമ്മകളുണ്ട്. എല്ലാറ്റിനും ഉപരിയാണ് 1864 മുതൽ 1871 വരെ പള്ളിയിലെ പ്രയോഗമായിരുന്ന സമയത്ത് അച്ഛൻ നട്ടുവളർത്തിയ ഈ മാവ്. ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന വിത്ത് നട്ടുവളർത്തിയ മാവ് പതിവ് തെറ്റാതെ ഇക്കൊല്ലവും കാഴ്ച നിൽക്കുന്നു. 1864 ജനുവരി 12 മാന്നാനത്ത് നിന്ന് വഞ്ചിയിലെത്തിയ കടവിൽ കൂനമ്മാവുകാർ സ്മരണീയം സ്ഥാപിച്ചു. നാട്ടുകാരുടെ ജീവിതശൈലി വരെ മാറ്റിമറിച്ചതായിരുന്നു ചാവറയച്ചന്റെ പ്രവർത്തികൾ. കുടുംബപരമായ കാര്യങ്ങളിൽ കുര്യാക്കോസിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. സന്തോഷമുള്ള കുടുംബമുണ്ടാണ്, ആത്മീയതയുള്ള കുടുംബമുണ്ടാണ്. പിന്നെ കുര്യാക്കോസിന് കൊണ്ടതിട്ട് പിന്നെ അതുപോലുള്ള ആത്മീയതയുള്ള ജോലികൾ പ്രോത്സാഹിപ്പിച്ചു. ചാവറയച്ചൻ താമസിച്ചു മരിച്ച പള്ളിയിലെ കപ്പേളയും ഇന്ന് ആരാധകർക്ക് വിശുദ്ധയിടമാണ്. നോമ്പുകാലത്ത് 40 മണിക്കൂർ ആരാധന നടത്തുന്ന രീതിക്ക് തുടക്കമിട്ടത് ചാവറയച്ചനാണ്. ഈ നോമ്പുകാലത്തും ആരാധന പുനരാരംഭിക്കുന്ന സമയത്താണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നത്. സന്തുഷ്ടരായ വിശ്വാസികൾ പള്ളിക്കകത്തെ ചാവറയച്ചന്റെ കല്ലാർക്കി സമീപം ഒത്തുകൂടി പ്രാർത്ഥിച്ചു. മനോരമ ന്യൂസ്, കൊച്ചി. ഇടവേളയ്ക്ക് ശേഷം മനോരമ ന്യൂസിൽ വാർത്തകൾ തുടരും.